अगर तुम किसी बड़ी चट्टान को तोड़कर टुकड़े टुकड़े कर डालो तो हर एक टुकड़ा खुरदरा और नुकीला होगा. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്താണ്, അഗർ തും കിസി ബഡേ ചട്ടാൻ കോ തോടുക. അപ്പോൾ നമ്മൾ വലിയൊരു പാറ കഷ്ണം അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ റൗണ്ട് വൈറ്റ് കളറൊന്നും ആവില്ലല്ലോ. അപ്പോൾ അത് ഭയങ്കര റഫും അതിൻ്റെ കോർണറൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും. फिर ये रोड़ा कैसे इतना चमकीला चिकना और गोल हो गया. പിന്നെ എങ്ങനെയാണ് ഈ വെള്ളാരം കല്ല് ഇങ്ങനെ സോഫ്റ്റ് റൗണ്ട് സ്മൂത്ത് റൗണ്ടും പിന്നെ ഇങ്ങനെ ഷൈനിങ്ങും ആയത്. अगर तुम्हारी आंखें देखे और कान सुने तो उसी की मुँह से उसकी कहानी सुन सकती हो. അപ്പോൾ എൻ്റെ കണ്ണ് കാണാനും പിന്നെ ചെവിയോട് കേൾക്കാനും പറ്റുകയാണെങ്കിൽ അത് കഥ പറയും. അത് കഥ എന്താണ്? कि एक समय जिसे शायद बहुत दिन गुजरे हो, ഒരുപാട് ദിവസങ്ങളുടെ മുമ്പേ वह भी एक चट्टान का टुकड़ा था. അതും ഒരു സ്റ്റോൺ, ഒരു പാറ കഷ്ണം ആയിരുന്നു. ഒരു വലിയ ഒരു റോക്കിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമായിരുന്നു. ठीक उसी टुकड़े की तरह उसमें किनारे और कोने थे जिसे तुम बड़ी चट्टान से तोड़ती हो. അപ്പോൾ നമ്മൾ ആ വലിയ പാറ കഷ്ണത്തിൻ്റെ ഇതിന് വെട്ടിയിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൽ കിട്ടുന്ന ചെറിയ ചെറിയ സ്റ്റോൺ, ചെറിയ കഷ്ണങ്ങൾ, അതുപോലെ ഇതിനും ഈ സ്റ്റോണിനും കോർണറും പിന്നെ റഫായ സർഫേസും ഉണ്ടായിരുന്നു. പിന്നെ സൈഡും ഭയങ്കര ഷാർപ്പായിരുന്നു. ഷായദ് വോ കിസി പഹാഡ് കെ ദാമൻ മേ പടാ രഹ. അപ്പോൾ അത് കുറേ കാലം ആ പഹാഡ് കാ ദാമൻ എന്ന് പറയുന്നത് ഫുട്ട് ഹിൽ, താഴ്വര. അപ്പോൾ എന്താ പറയുക, മൗണ്ടൻ്റെ താഴ്വര. ദാമൻ മേ പടാ രഹ തബ് പാനി ആയ. അപ്പോൾ അത് അങ്ങനെ കിടക്കുന്ന സമയത്ത് വെള്ളം വന്നു. വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് മഴയാണ്. और उसे बहाकर छोटी घाटी तक ले गया. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ഘാട്ടി വാലിയിലേക്ക് കൊണ്ടുവന്നു. വഹാ സെ ഏക് പഹാടി നാലെ നെ ധക്കേൽ കർ. അപ്പോൾ അവിടെ നിന്ന് വെള്ളം മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഉസെ ധക്കേൽ കർ ഏക് ഛോട്ടെ സെ ദരിയ മേ പहुंचा दिया. അതിനെ തള്ളി ഉന്തിയിട്ട് ഒരു ചെറിയ ഒരു റിവറിൽ എത്തിച്ചു. इस छोटे से दरिया में से वो बड़े दरिया में पहुंचा. അപ്പോൾ ഈ ചെറിയ നദിയിൽ നിന്ന് വലിയൊരു നദിയിലേക്ക് എത്തി. इस बीच वह दरिया के पेंदे में लुढ़कता रहा. അപ്പോൾ इस बीच दरिया के पेंदे എന്ന് പറഞ്ഞാൽ ആ ഒഴുകി വരുന്ന ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ലുഡക്താ റഹ എന്ന് പറഞ്ഞാൽ റോൾ ചെയ്യുക, ഇങ്ങനെ ഉരുണ്ട് പോവുക. ലുഡക്താ റഹ ഉസ്കെ കിനാരെ ഘിസ് ഗയ. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ തേഞ്ഞു പോയി. इस तरह वह कंकड़ बना. അപ്പോൾ അത് ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെ റോൾ ഓവർ ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഉരുസിപ്പോയി. അത് ഷൈനിങ്ങും ഭയങ്കര സ്മൂത്തുമായിട്ട് മാറി. ഇസ് തര വ കങ്കഡ് ബന. അതുപോലെ അതാണ് അത് പെബിളായിട്ടും മാറിയിരിക്കുന്നത്. ജോ തുമാരെ സാമനെ ഹെ. ഇതിപ്പോൾ എൻ്റെ മുമ്പിലുണ്ട്. ആ പെബിളായിട്ട് മാറിയ ആ വലിയ റോക്കാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത്. किसी वजह से दरिया उसे छोड़ गया. അപ്പോൾ എന്തോ കാരണം ദരിയ ആ വെള്ളം അതിനെ വിട്ടുപോയി, അതിനെ കൂടെ കൊണ്ടുപോയില്ല. അവർ തും ഉസെ പാ ഗए. അത് അങ്ങനെയാണ് അനക്കത് കിട്ടിയത്. अगर दरिया उसे और आगे ले जाता तो वो छोटा होते होते अंत में बालू का एक ज़र्रा हो जाता और समुद्र के किनारे अपने भाइयों से जा मिलता, जहाँ एक सुंदर बालू का किनारा बन जाता और जिस पर छोटे छोटे बच्चे खेलते और बालू के घरौंदे बनाते. അപ്പോൾ അഗർ ദരിയ ഉസെ ഓർ ആകെ ലേ ജാത്ത. ഇനിയിപ്പോൾ ഈ വെള്ളം ഈ നദി അതിനെ ഇനി മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ वो छोटा होते होते अंत में बालू का एक ज़र्रा हो जाता. അപ്പോൾ ഇങ്ങനെ ഉരുസിയിട്ട് അവസാനം അത് ചെറുതായി അവസാനം അത് ഒരു സാൻഡിൻ്റെ പാർട്ടിക്കലായിട്ട് മാറുമായിരുന്നു. और समुद्र के किनारे अपने भाइयों से जा मिलता. അങ്ങനെ സമുദ്രത്തിൻ്റെ അവിടെ പോയിട്ട് തൻ്റെ സഹോദരങ്ങളായിട്ട് കൂട്ടിമുട്ടും. ജഹാ एक सुंदर बालू का किनारा बन जाता. അങ്ങനെ ഒരു സുന്ദർ സമുദ്ര കിനാര, അതായത് ഷോർ, ഒരു സീ ഷോറായിട്ട് മാറും, അത് ഉണ്ടാവും. ജിസ് പർ ഛോട്ടെ ഛോട്ടെ ബच्चे खेलते. ആ സീ ഷോറിൽ ഇരുന്നിട്ട് ചെറിയ കുട്ടികൾ ഇരുന്ന് കളിക്കും. അവർ ബാലുക്ക് ഗറോന്തേ ബനാത്തെ. റേത്തിൻ്റെ സാൻഡിൻ്റെ വീടുണ്ടാക്കും. അതിപ്പോൾ നിങ്ങളും ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. ഷോറിൽ ഇപ്പോൾ ബീച്ചിലൊക്കെ പോയാൽ മണ്ണിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു വീട് പോലെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ
ഈ വലിയ ഒരു റോക്കാണ് ഇപ്പോൾ അവസാനം ആ ചെറിയ കഷ്ണമായിട്ട് മാറുന്നത്. अगर एक छोटा सा रोड़ा तुम्हें इतनी बातें बता सकता है तो पहाड़ों और दूसरी चीज़ों से जो हमारे चारों तरफ हैं हमें और कितनी बातें मालूम हो सकती है. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്താണ്, അപ്പോൾ ഈ ചെറിയൊരു പെബിൾ, ഒരു ചെറിയൊരു സ്റ്റോൺ എന്നോട് ഇത്രയൊക്കെ കഥ പറയുന്നുണ്ടെങ്കിൽ तो पहाड़ और दूसरी चीज़ें, അപ്പോൾ ഈ മൗണ്ടനും വേറെ പ്രകൃതിയിലെ വേറെ കാര്യങ്ങളും വസ്തുവൊക്കെ जो हमारे चारों तरफ है, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സാധനങ്ങൾ ഹമേ ഓർ കിത്നി ബാത്തെ മാലൂം ഹോ സക്തി, നമുക്ക് അതുകൊണ്ടൊക്കെ എത്രയൊക്കെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഈ കഥയിൽ ആക്കി തരുന്നത് എന്താണ്, അപ്പോൾ എത്ര ഒരു വലിയ ഒരു സാധനമാണെങ്കിലും അത് അവസാനം അതിങ്ങനെ ചെറുതായി പോവും. അപ്പം നമ്മളുടെ ആ വലുപ്പം കണ്ടിട്ട് നമ്മൾ അഹങ്കരിക്കരുത്. നമുക്ക് അത്രയ്ക്ക് ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം നമുക്ക് ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ എന്നും മണ്ണായിട്ട് മാറാവുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ മനുഷ്യന്മാരാണ്, ഇപ്പോൾ ആ സ്റ്റോണിൻ്റെ പോലെ തന്നെ നമ്മളും മണ്ണായിട്ട് മാറുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വിസ്തരിച്ച് തരണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അഹങ്കാരം ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ ചുറ്റുഭാഗത്ത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് നല്ലൊരു സ്നേഹത്തിൽ ജീവിക്കാൻ പഠിക്കണം. അഹങ്കാരം ഒരിക്കലും നല്ലതല്ല. കാരണം എത്ര വലിയ ഒരു ആളാണെങ്കിലും എത്ര വലിയൊരു സംഭവമാണെങ്കിലും അത് അവസാനം ഒരു മണ്ണായിട്ട്